അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടിയുമായിട്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനെ പിന്തുണച്ച് സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ഹിന്ദു സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും ഒക്കെ വലിയ എതിർപ്പുകൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അയ്യപ്പ സംഗമം വിചാരിച്ചതുപോലെ വിജയിക്കുമോ? അതിൻ്റെ ലക്ഷ്യം അത് കാണുമോ? ആദ്യം തന്നെ ചോദ്യം വളരെ പെശകായി. കാരണം ഹിന്ദു സംഘടനകളുടെ എതിർപ്പെന്ന് പറഞ്ഞാൽ RSSനെ ഹിന്ദു സംഘടനയായിട്ടൊന്നും കേരള സമൂഹത്തിലെ ആളുകൾ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. ഹിന്ദു സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. SNDP പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. KPMS പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക സമുദായ സംഘടനകളും ഹിന്ദു വിഭാഗത്തിലെ പ്രമുഖ സമുദായ സംഘടനകളെ പിന്തുണയ്ക്കുകയാണ്. ഇപ്പം ശശികല ടീച്ചറെ പോലെ അങ്ങനെ കുറേ ആളുകളും അല്ലാതെ പൊതുവിൽ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് ഇതിലില്ല. അതാണ് ആദ്യം യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത്തെ, അങ്ങനെ ഒരു എതിർപ്പില്ലായിരുന്നെങ്കിൽ ഈ കോടതിയിലൊക്കെ ഇത്രയും ഹർജിയൊക്കെ വരികയും അല്ല, അത് ഞാൻ പറയാം. ഈ അയ്യപ്പ സംഗമത്തിന്റെ എതിർപ്പിനെ സംബന്ധിച്ചാണ് ചോദ്യം. അയ്യപ്പ സംഗമത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ വലിയ എതിർപ്പേ ഇല്ല. എതിർപ്പ് സ്വാഭാവികമായിട്ട് സ്ഥാപിത താല്പര്യമുള്ള RSSനും അതേപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കുമൊക്കെയാണ് എതിർപ്പ്. കോൺഗ്രസിന് പോലും കടുത്ത എതിർപ്പില്ല. ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. വേണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പമാണ് അവർക്ക്. ഇനി ഞാൻ ചോദിക്കട്ടെ, എതിർക്കുന്ന ഒരാളെങ്കിലും എന്തുകൊണ്ടിത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഒരാളും പറയുന്നില്ല. ഞങ്ങളിതിനെ എതിർക്കുന്നതിന് ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് കൃത്യമായൊരു കാരണം പറയാറ്. എന്താണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി വ്യക്തമായി കേരള സമൂഹത്തോടും ലോകത്തോടും പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, തിരുപ്പതി ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിലൊരു വലിയ പങ്ക് വഹിക്കുന്നത് തിരുപ്പതിയിലെ ജനങ്ങളുടെ ഈ തീർത്ഥാടന ടൂറിസത്തിൻ്റെ സഹായമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രസാദം എന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളെ വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ആ പദ്ധതിയുടെ രൂപരേഖയുടെ ആമുഖത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. തീർത്ഥാടക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രസാദം പദ്ധതി. ഇപ്പം നമ്മുടെ ഹരിദ്വാർ, ഋഷികേശ്, അതേപോലെ മുകളിലോട്ട് പോയ 4 ധാമങ്ങൾ, അവരെയൊക്കെ ഈ പ്രസാദം പദ്ധതി കണക്ട് ചെയ്ത് വലിയൊരു സർക്യൂട്ട് ഉണ്ടാക്കിയില്ലേ കേന്ദ്ര ഗവൺമെൻറ്? കോടിക്കണക്കിന് രൂപയല്ലേ മുടക്കുന്നത്. അതിലൂടെ വലിയ തോതിൽ തീർത്ഥാടകരെ അങ്ങോട്ട് ആകർഷിച്ച് വരുമാനം ഉണ്ടാക്കുക എന്ന 2 കാര്യങ്ങളുണ്ട്. തീർത്ഥാടക പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക. സാർ, അവിടെ എല്ലാം അങ്ങ് പറഞ്ഞു കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ. അതെ, ശരിയാണ്. കേന്ദ്ര സർക്കാരിന്റെ പണമെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു. അവിടെ തീർത്ഥാടകർക്ക് തീർച്ചയായിട്ടും വന്നു പോകാനുള്ള എല്ലാ മെച്ചപ്പെട്ട സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നു. അങ്ങനെ വന്നു പോകുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം സർക്കാരിന് കിട്ടും. ഇപ്പൊ നമ്മൾ കുംഭമേളയിൽ അത് കണ്ടതാണ്. ആ നാട്ടിൽ അത് വലിയ രീതിയിൽ വലിയൊരു വരുമാനമാണ് അവിടേക്ക് സംഭാവന ചെയ്തത്. നമുക്കതിന്റെ കണക്കൊന്നും ഇപ്പം പറഞ്ഞൊപ്പിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ സംഗമം നടത്താനുള്ള പണം പോലും സർക്കാരിന്റെ കയ്യിൽ ഇല്ല എന്നാണ് പൊതുവെ. സ്പോൺസർഷിപ്പിലൂടെയാണ് ഞങ്ങൾ ഒരു പൈസ ഭക്തർ കൊണ്ട് വഞ്ചിയിലിടുന്ന ഒരു പൈസ ഞങ്ങൾ ഇതിന് ചെലവഴിക്കുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തു. കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സ്പോൺസർഷിപ്പിൽ വെച്ചാൽ CSR ഫണ്ടിൽ പല സ്ഥാപനങ്ങളുടെ CSR ഫണ്ട്, ബാങ്കുകളുടെ സഹായം ഒക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ എടുക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ, കാരണം കോടതി എന്താ പറഞ്ഞത്? സർക്കാർ ഇത് പണം മുടക്കരുത്, കോടതിയുടെ നിർദ്ദേശം. അടിസ്ഥാന സൗകര്യം ഞാനത് പറഞ്ഞോട്ടെ. അതേസമയം ശബരിമലയിലേക്കുള്ള റോഡുകൾ വർഷാവർഷം പണിയുന്നതിന് സർക്കാർ ഖജനാവിൽ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ 1026 കോടിയാണ് റോഡുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ശബരിമലയിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി എല്ലാ ശബരിമലയിലെ പോലീസുകാരുടെ ഒരു പൈസ സർക്കാർ തിരിച്ചെടുക്കുന്നോ? ദേവസ്വം ബോർഡിന്റെ വഞ്ചിയിൽ വീഴുന്ന പൈസ നേരത്തെ ഒരു പ്രചരണം നടന്ന് കേരള സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു പൈസ എടുക്കുന്നില്ല എന്ന് നിയമസഭയെ രേഖാമൂലം മറുപടി കൊടുത്തു. അതിനുശേഷം എങ്ങനെ ഈ കിട്ടുന്ന പൈസ എന്താ? ശബരിമല പോലെ മേജർ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ കിട്ടുന്ന പൈസയാണ് ഒരു നേരം അന്തിത്തിരി കത്തിക്കാൻ മാർഗമില്ലാത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ ചെലവിന് വേണ്ടി കൊടുക്കുന്നത്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളത്തിന് വേണ്ടി, മറ്റാനുകൂല്യം, ഇതെല്ലാം ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. സർക്കാർ അതിൽ നിന്ന് ഒരു പൈസ എടുക്കുന്നില്ല. സർക്കാർ കാലാകാലങ്ങളിൽ ഓരോ വർഷത്തെ തീർത്ഥാടന കാലത്ത് കോടിക്കണക്കിന് രൂപ റോഡ് പണിയാനും ആരോഗ്യ മേഖലയ്ക്കും അതേപോലെ തന്നെ പോലീസ്, എക്സൈസ്, ഫയർ എല്ലാ മേഖലയിലെ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ അങ്ങോട്ട് കാശ് മുടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ശബരിമലയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികമായ ഞെരുക്കത്തിനിടയിൽ
അതിന് കണ്ടെത്താൻ സർക്കാരിൻ്റെ കയ്യിലെ മാത്രം വിഭവം കൊണ്ട് പറ്റില്ല. ആഗോളതലത്തിൽ അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ആകെ സംഭാവന കൂടി സമാഹരിച്ച് ശബരിമലയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഈ അയ്യപ്പ സംഗമം. സാറ് അങ്ങ് ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നു, അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ, അതായത് UPA സർക്കാരിൻ്റെയും NDA സർക്കാരിൻ്റെയും കണക്കുകൾ എടുത്ത് നോക്കിയാൽ UPA സർക്കാരിൻ്റെ 10 വർഷം കൊണ്ട് വന്നത് 50,000 കോടിയാണെങ്കിൽ ഈ 10 വർഷം കൊണ്ട് NDA സർക്കാരിൻ്റെ 10 വർഷം കൊണ്ട് വന്നത് 1.5 ലക്ഷം കോടി രൂപയാണ് കേരള സർക്കാരിന് ലഭിച്ചത്. അതുകൊണ്ട് ആ അല്ലല്ല, അത് പറഞ്ഞതിനകത്ത് വാസ്തവില്ല. ഒരു കാര്യം ഇന്ത്യൻ പാർലമെന്റ് അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തരേണ്ട പൈസ തരുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? തരാത്തതിന്റെ കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പൈസ തന്നാൽ ആ സ്കൂളുകളുടെ മുമ്പിൽ പ്രധാനമന്ത്രി ശിക്ഷൺ ശ്രീ ബോർഡ് വെക്കണം. അല്ല, അത് സംസ്ഥാനത്തിന് ചേരണമെന്ന് നിർബന്ധമില്ല. അല്ല, കേട്ടാ, നമ്മുടെ അർഹതപ്പെട്ട പൈസ കേരളത്തിലെ മനുഷ്യനോട് കൊടുക്കുന്ന നികുതി വിഹിതത്തിന്റെ പൈസ അല്ലാതെ അവര് അവിടുന്ന് കുഴിച്ചെടുത്ത് തരുന്നതല്ല. മറ്റൊന്ന്, കേരളത്തിൽ ഈ നമ്മുടെ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഭവന പദ്ധതി, പ്രധാനമന്ത്രിയുടെ പേരും PM ഭവന പദ്ധതി എന്ന ആവാസ് യോജന എന്ന ബോർഡും വെച്ചില്ലേ. ഈ കിടക്കുന്ന മനുഷ്യന് അവൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഔദാര്യത്തിൽ തന്നാന്ന് അവന് ജീവിതകാലം മുഴുവൻ ആളുകളെ ബോധ്യപ്പെടുത്തി കിടക്കണം. അത് പറ്റത്തില്ലാന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞു. കേന്ദ്രം തരുന്നത് എത്ര? 4,75,000 മാത്രം കേന്ദ്ര വീതം, ബാക്കി 3,5 ലക്ഷം രൂപ ആരുടെ വീതം? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. ഇവിടെ മുഖ്യമന്ത്രിയുടെ പണം വെക്കണമെന്നോ കേരള ഗവൺമെന്റിന്റെ വീടെന്ന് പറയാനോ ഇവിടെ കേരളം തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ അതാണ് കേന്ദ്ര വിഹിതത്തിന്റെ. ഇരിക്കട്ടെ, നമുക്ക് സംഗമത്തിലേക്ക് തിരിച്ചു വരാം. ഈ വിഷയങ്ങൾക്കെല്ലാം ഇതെല്ലാം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായതാണ്. ഇതൊക്കെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും ചോദ്യങ്ങളും ഉണ്ട്. ഇരിക്കട്ടെ, നമ്മൾ സംഗമത്തിലേക്ക് വരുമ്പോൾ ഈ മാസ്റ്റർ പ്ലാനിന്റെ കാര്യം പറഞ്ഞു. വർഷങ്ങളായിട്ട് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാകാതെ ഇരിക്കുകയാണ്. സർക്കാർ ഇതൊരു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. അന്ന് UDF ആകട്ടെ LDF ആകട്ടെ ഇത്രയും വർഷങ്ങൾ, ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 12-ലധികം വർഷമായി, കൃത്യമായ കണക്ക് അത് കൂടുതലായി, ഒരു വ്യാഴവട്ടത്തിൽ കൂടുതലായി ഈ മാസ്റ്റർ പ്ലാൻ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇത് ഇതുവരെ നടപ്പാക്കാൻ സാധിച്ചില്ല. ഇനിയും അങ്ങേക്ക് തോന്നുന്നുണ്ട്, അങ്ങ് ഒരു ട്രേഡ് യൂണിയന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ്, ഈ സംഗമം നടത്തി അതിലൂടെ ഒരു നിക്ഷേപം വന്ന് ഇവിടെ ഈ പറയുന്നത് പോലെ നമുക്കിത് ഈ മാസ്റ്റർ പ്ലാൻ ആ പണം കൊണ്ട് നടപ്പാക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സഹകരണ മന്ത്രി ശ്രീ VN വാസവനും വളരെ വലിയ ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പം തന്നെ വലിയ തോതിൽ ഈ സംഗമത്തോടുകൂടി, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാസ്റ്റർ പ്ലാൻ വളരെ നേരത്തെ ഇപ്പോഴത്തെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുൻ റാന്നി MLA, 25 വർഷക്കാലം റാന്നി MLA ആയിരുന്നു, അദ്ദേഹമാണ് ഈ മാസ്റ്റർ പ്ലാൻ ആദ്യം നിർദ്ദേശിച്ചത്. ആ മാസ്റ്റർ പ്ലാൻ പല കുരുക്കുകൾ പോയി അവസാനം എല്ലാ തടസ്സങ്ങളും മാറി ഇപ്പം മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ സംഗമത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള വലിയ തോതിലുള്ള ധനസമാഹരണത്തിന് ഞാൻ ഒരു സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ കേട്ടത് ശരിയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെ നിന്ന് വലിയ തോതിലുള്ള ഓഫറുകൾ ഇപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അയ്യപ്പനെ സ്നേഹിക്കുന്ന ആളുകൾ കേരളത്തിന്റെ അതിർത്തി വിട്ടത് ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വലിയ അയ്യപ്പ ഭക്തന്മാരുടെ സംഘങ്ങളുണ്ട്. അവരുൾപ്പെടെ വലിയ തോതിലുള്ള സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ സഹായം ഉറപ്പായി കിട്ടുമെന്ന് തന്നെയാണ് വലിയ ശുഭാപ്തി വിശ്വാസമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിന് പിന്നിൽ ബഹുമാനപ്പെട്ട മന്ത്രി വാസവനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്തിനെയും നയിക്കുന്നത് എന്ന് സ്വകാര്യമായ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർ, ഇത് കോടതി കയറിയൊരു വിഷയമാണ്. കോടതി നിരവധി മാനദണ്ഡങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. ഈ വരുന്നവരെല്ലാം ആരെയും VIP പരിഗണന കൊടുക്കരുത്, തുല്യമായിട്ട് അവരെ പരിഗണിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പണം, ഈ കാണിക്കപ്പണം എടുക്കരുത് എന്ന് കോടതി പറഞ്ഞു. അത് സർക്കാർ ഉറപ്പ് കൊടുത്തു, ദേവസ്വം ബോർഡ് ഉറപ്പ് കൊടുത്തു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അവിടെ ഒരു ഈ സാധാരണ അയ്യപ്പ ഭക്തരെ അവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പറയുന്നത് പോലെ വലിയ സംഭാവനകൾ നൽകാൻ ശേഷിയുള്ളവരെ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിലൊരു വേർതിരിവ് പ്രകടമാകുന്നു. ഇല്ല, കോടതി പറഞ്ഞത് സന്നിധാനത്തെത്തുമ്പോൾ എല്ലാവരും തുല്യരായിരിക്കണം. അയ്യപ്പ സംഗമത്തിൽ വരുന്നതിനെ പറ്റി അല്ല കോടതി. അല്ല, അയ്യപ്പ സംഗമത്തിൽ വരുന്നതിനെ പറ്റി അല്ല. അയ്യപ്പ സംഗമം മറ്റൊരു ലെവലിലാണ്.
ഇത് ശബരിമലയുടെ വികസന സാധ്യതയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന, സംഭാവന എന്ന തുക മാത്രമല്ല, ആശയങ്ങൾ ഉൾപ്പെടെ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ ഒരു സംഗമമാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പരിഗണന ശബരിമലയിൽ കൊടുക്കുമെന്ന് ആരും ഉറപ്പ് നൽകിയിട്ടില്ല. ഇനി ശബരിമലയിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം മുതലല്ല, കഴിഞ്ഞ ദിവസം മുതലല്ല പ്രത്യേക പരിഗണന. ചില തന്ത്രിയുടെ ആളുകൾ വന്നാൽ തന്ത്രിയുടെ ആളുകൾക്ക് ഒരു പ്രത്യേക പരിഗണന, നേരെ തെറ്റാണ്. മന്ത്രിമാർ വന്നാൽ മന്ത്രിമാർക്ക് ഒരു പ്രത്യേക പരിഗണന, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കും ഉള്ളത്. അയ്യപ്പൻ സമഭാവനയോടെ എല്ലാവരെയും കാണുന്ന ദൈവമാണ്, ദൈവസങ്കല്പമാണ്. ആ ദൈവസങ്കല്പത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരായിരിക്കണം, അക്കാര്യത്തിൽ സംശയമില്ല. അല്ല, അതങ്ങ് പറഞ്ഞത് ഞാൻ യോജിക്കുന്ന കാര്യമാണ്. എല്ലാവരും സമന്മാരാണ്. പക്ഷേ നമ്മൾ പുറത്ത് പറഞ്ഞു കേട്ടത് കൂടുതൽ തുക നൽകുന്ന ആൾക്കാർക്ക്, അതായത് കോടികൾ നൽകുന്ന ആൾക്കാർക്ക് പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ പെടുത്തി അവർക്ക് സവിശേഷ സൗകര്യങ്ങൾ ശബരിമലയിൽ ചെയ്യും എന്നൊരു അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നു. അത് അയ്യപ്പ സംഗമത്തെ കാരണമില്ലാതെ എതിർക്കുന്നത് പോലെ ഒരു ആശങ്ക സംഭവമേ ഇല്ല, ഉണ്ടാവില്ല. അങ്ങനെ ദേവസ്വം ബോർഡോ സർക്കാരോ, ദേവസ്വം ബോർഡോ ഗവൺമെന്റും അതിന്റെ ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കി, വി എൻ വാസവൻ ദേവസ്വം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം കലുഷിതമാകുമെന്ന് കരുതിയ ശബരിമല തീർത്ഥാടനത്തിനെ എത്ര പുഷ്പത്ത് എടുത്തു മാറ്റുന്ന ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ, അത് ഒരു കൃതഹസ്തൻ്റെ കൈകളിൽ സുരക്ഷിതമായതുപോലല്ലേ നമ്മൾ കണ്ടത്. ഇക്കാര്യത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ ഭദ്രമായി ശബരിമലയുടെ പവിത്രതയ്ക്ക് അശേഷം ദോഷം വരാതെ, ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി കാണാതെ, ഒരു അന്താരാഷ്ട്ര, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കുന്ന വേദിയാണ് അയ്യപ്പ സംഗമം. ഒരിക്കൽ കൂടി പറയട്ടെ, അയ്യപ്പ സംഗമത്തെപ്പറ്റി എതിർപ്പ് പറയുന്ന ആളുകൾക്ക് എതിർപ്പിനൊരു കാരണവും പറയാനില്ല. ചുമ്മാതെ ഞങ്ങൾ എതിർക്കുന്നു എന്നല്ലാതെ ഒരു കാരണവും ഇല്ലാതുള്ള എതിർപ്പാണ്. സാർ, അവസാനം ഒറ്റ ചോദ്യം കൂടി. ഈ അയ്യപ്പ സംഗമം എല്ലാം നടത്തി, ഈ അങ്ങ് പറഞ്ഞതുപോലെ മാസ്റ്റർ പ്ലാൻ, പണം കിട്ടി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കട്ടെ. പക്ഷേ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കും എന്ന ഉറപ്പ് ദേവസ്വം ബോർഡിന് കൊടുക്കാൻ സാധിക്കുമോ? ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും അക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു, ഞങ്ങളായി ഒരു ആചാരം മാറ്റാൻ പോകുന്നില്ല. പക്ഷേ ശബരിമലയിൽ മാറിയ ഒത്തിരി ആചാരങ്ങളുണ്ട്. പണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ശബരിമല പോയപ്പോൾ ഈ നാളീകരം കൊണ്ട് 18-ാം പടിയിൽ ഉറച്ചതാണ്. ഇപ്പൊ ആ സ്വർണം പൂജയതിന് ശേഷം ആചാരം മാറി. അതെ, ശബരിമലയിൽ പിന്നെ ഇദ്ദേഹം വിജയ് മല്യ കൊണ്ട് മൊത്തം സ്വർണം പൂശി, ആചാരം മാറിയിച്ചാ സ്വർണം പൂശിയത്. അവിടെ വിജയ് മല്യയുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആചാരത്തിന്റെ മാറ്റമൊക്കെ നമ്മൾ, ചില സൗകര്യങ്ങളുണ്ട്, ചില ആളുകൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ദേവസ്വം മന്ത്രിയും പറഞ്ഞു, PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു, ഒരു മാറ്റവും ഞങ്ങൾ വരുത്തുന്നില്ല, ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദേവസ്വം ബോർഡോ സർക്കാരോ അതിന് തുനിയില്ല. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ശരിക്കും ദിവസങ്ങളില്ല, മണിക്കൂറുകളെ ഉള്ളൂ എന്ന് തന്നെ പറയാം. കോടതി കൃത്യമായ സുതാര്യമായി കണക്കുകളെല്ലാം രേഖപ്പെടുത്തണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കോടതിയുടെ മേൽനോട്ടത്തിൽ, കോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്ന അയ്യപ്പ സംഗമം, അല്ല കോടതിയുടെ മേൽനോട്ടത്തിലല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ച് ദേവസ്വം ബോർഡ് തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ അയ്യപ്പ സംഗമം നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.